വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പൊതുവേ നിങ്ങളെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വാട്ട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ടുണ്ടാവും. സോ എൻ്റെ തമ്പനയിലുള്ളതുപോലെ വാട്ട്സ് ഇൻ എ വെറ്റിനേറിയൻസ് ബാഗ്, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവരാണ്, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഡോക്ടറെ വിളിച്ചാൽ ഹൗസ് കോൾ അറ്റൻഡ് ചെയ്യാൻ ഡോക്ടർ എങ്ങനെയാണ് വരിക, ഒരു ബാഗും ഉണ്ടാവും ആ ഡോക്ടറുടെ കയ്യിൽ. സോ നമ്മളെ ഇന്നത്തെ എയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പരിചയപ്പെടുത്തുകയാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങളിപ്പോൾ വിചാരിക്കുക എൻ്റെ പുറകിലിരിക്കുന്നത് ആരാണെന്നായിരിക്കും. ഇത് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ വെറ്റിനറി അമ്മച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളെ ലേഡി വിത്ത് എ ലാമ്പാണ്. സോ പുള്ളിക്കാരത്തിന് മുന്നിലിരിക്കാൻ എനിക്ക് സ്ഥലമില്ല, അപ്പോൾ പുറകിൽ എനിക്ക് ഇച്ചിരി സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ എനിക്ക് നമ്മളെ വീഡിയോ എടുക്കാം. സോ നിങ്ങൾ വിചാരിച്ച പോലെ വാട്ട്സ് ഇൻ മൈ ബാഗിൻ്റെ നമ്മുടെ ബാഗ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും എല്ലാവരുടെ കയ്യിലും. അല്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബാഗാണ്, കുറച്ച് സാധനങ്ങളാണ്. പക്ഷേ സ്റ്റാൻഡേർഡ്, ഞാൻ പിന്നെ സ്റ്റുഡൻറ്റും ആണല്ലോ, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് വെറ്റിനറിൻ്റെ കയ്യിൽ ഒരു 4 കൂടിയ ബാഗ്, പെട്ടി, അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ കൃത്യം പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ബാഗ് തന്നെ വേണമെന്ന്. സോ ഏതെങ്കിലും ഒരു ബാഗ് ഒരു വെറ്റിനറിൻ്റെ കയ്യിൽ എന്തായാലും കാണും. സോ അതിൽപ്പെട്ട ഒരു ബാഗാണിത്, അതിലൊരു ടൈപ്പാണിത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന വെറ്റിനേറിയൻസിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണ് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കൗതുകത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെന്ന്. സോ അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുക. നമ്മൾ എല്ലാ സെലിബ്രിറ്റീസ് ചെയ്യുന്നത് പോലെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കോസ്മെറ്റിക്സിന് പകരം ഫുൾ എന്താ പറയുക, ഒരു ലൈഫ് സേവിങ് മോഡിലോട്ടാണ് നമ്മൾ പോണത്. അതായത് ഡ്രഗ്സ്, കോട്ടൺ. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വീട്ടിലുള്ളവർക്കറിയാം ഫസ്റ്റ് എയ്ഡ് ബോക്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. സോ ഒരു വെറ്റിൻ്റെ അടുത്തല്ല, ഒരു വെറ്റിനറിൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം. സോ ആദ്യമായിട്ട് ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ പേഴ്സണൽ പ്രൊട്ടക്ഷനാണ് ഒരു വെറ്റിനറിയനെ സംബന്ധിച്ചിടത്തോളം. സോ ഒരു വെറ്റിനറിയൻ ആദ്യം ഒരു കോട്ട് കയ്യിൽ കരുതും. നമ്മൾ വർക്ക് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾക്കാരുമായിട്ടല്ല, അവർക്ക് നമ്മളോട് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. സോ അവരെ നമുക്ക് തൊടേണ്ടി വരും. ചിലപ്പോൾ ചാണകമായിരിക്കും, ചിലപ്പോൾ അവരുടെ ഡിസ്ചാർജുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു കോട്ട് ഇടും. അത് നിങ്ങൾ ശ്രദ്ധിച്ചും കാണും. ഇപ്പോൾ പശുവിൻ്റെ ഒക്കെ പ്രസവം എടുക്കാൻ വരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു ഏപ്രൺ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്, അതൊക്കെ വെയർ ചെയ്യും. സോ അതാണ് ആദ്യത്തെ സാധനം. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ബാഗിൽ എപ്പോഴും ഒരു സ്റ്റെത്ത് കാണും. സ്റ്റെത്ത് എവറി ഡോക്ടേഴ്സിൻ്റെ സംഭവമാണ്. വെറ്റിനറിക്ക് മാത്രമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ OG ഗ്ലൗസ് ആണ്. സോ ഇതൊരു പാക്ക് തന്നെ ഉണ്ട്. സോ OG ഗ്ലൗസ്, ഈ ഗ്ലൗസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, സാധാരണ റബ്ബർ ഗ്ലൗസ് അല്ല. ഇത് നമ്മുടെ ഇവിടം വരെ ഇടും. നമ്മൾ പെറക്റ്റം എക്സാമിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പശുവിൻ്റെ ബാക്കിൽ കൈയൊക്കെ ഇട്ട് ഓരോന്ന് എക്സാമിൻ ചെയ്യുന്നതിന് നമ്മൾ പെറക്റ്റം എന്നാണ് പറയുക. സോ നമ്മൾ ഇത്ര വരെ കോട്ട് കൈ ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതും ഒരു അത്യാവശ്യ ഘടകമാണ്. എല്ലാവരുടെ കയ്യിലുള്ള പോലത്തെ കോട്ടൻ്റെ ഒരു റാപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടാകും. കോട്ടൺ അതെന്തെങ്കിലും വെച്ച് തുടയ്ക്കാൻ, അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ടാകും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്ലൗസ്, സാധാരണ റബ്ബർ ഗ്ലൗസും നമ്മുടെ കയ്യിൽ കാണും. പിന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫ്ലൂയിഡ്സ് ആണ്. ഈ ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് കയറ്റുക എന്ന് പറയില്ലേ, ഇപ്പം അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും ഏതൊരു വെറ്റിനറിയനെയും നമുക്ക് വിളി വരുന്നത്. അപ്പോൾ വിളി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ്സ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്നായിരിക്കും, കാരണം പശുവിനെ ഒന്നും നമുക്ക് ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ ആ ഫീൽഡിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, IV കൊടുക്കും. IV എന്ന് പറഞ്ഞാൽ നമ്മൾ ഞരമ്പിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ പശുക്കൾക്ക് വേണ്ട ട്രിപ്പ് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇത്. അപ്പോൾ ട്രിപ്പ് കൊടുക്കാൻ കയറ്റുന്ന ഒരു IV സെറ്റ് നിർബന്ധമാണ്, കാരണം ഇതില്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റില്ല. ഇതാണ് ബേസിക് സാധനങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു കിറ്റുണ്ട്, സർജിക്കൽ കിറ്റ്സ്. അതായത് അത്യാവശ്യം വേണ്ട വെട്ടൽ, പിടിക്കൽ, ഇതാ ഇങ്ങനെ കുറച്ച് സിസേഴ്സ് നമ്മൾ കയ്യിൽ കരുതും. പിന്നെ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് പിടിക്കാനായിട്ട് ഒരു ഫോസെപ്സ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തെർമോമീറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബേസിക് ഡയഗ്നോസിസിന് നമുക്ക് ഈ ഒരു എന്താ പറയുക തെർമോമീറ്റർ ഇല്ലാണ്ട് പറ്റില്ല. ഇത് റെക്ടൽ തെർമോമീറ്റർ ആണ്. നമ്മൾ റെക്ടത്തിൻ്റെ അവിടെ വെക്കും, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പനി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. സോ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ പനി കണ്ടെത്താം,
ഇതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടും. സോ വേണ്ടവർക്ക് ആ വീഡിയോ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിന് എസ്പെഷ്യലി പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഒരു തെർമോമീറ്റർ വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ അടുത്ത സാധനം എന്ന് പറയുന്നത് സാനിറ്റൈസർ. കോവിഡ് വന്നതിന് ശേഷമായിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പരിചിതം. സാനിറ്റൈസർ ഞങ്ങൾ സ്പിരിറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ പ്രോപ്പർ സ്പിരിറ്റ് കിട്ടും. സ്പിരിറ്റാണ് ഇപ്പോൾ എനിക്ക് അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായത്. അപ്പോൾ നമ്മൾ സാനിറ്റൈസറുമാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും ഡിസിൻഫെക്റ്റൻറ്റ് സ്വാബ്, അതായത് നമ്മളെ വെയിനൊക്കെ റേസ് ചെയ്യാൻ നമ്മൾ പഞ്ഞിയിൽ ഇതെടുത്ത് ഒന്നിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സോ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ ഇതിന്. ഇനി ഈ ബാഗിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വെറും ചിലപ്പോൾ വള്ളിയായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളൊരു ലൈഫ് സേവിങ് സംഭവമാണ്. കാരണം ശരിക്കും ഇതൊരു ഗോസാണ്. പക്ഷെ നമ്മളിത് മസിൽ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന പോലെ സിറിഞ്ച് ഉണ്ടാവും, IV ചെയ്യാൻ വേണ്ടിയിട്ട് കാനുലകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കരുതണം. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറേ ഡ്രഗ്സ് നമ്മൾ കയ്യിൽ കരുതണം. കുറേ മരുന്നുകൾ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ കരുതണം. കാരണം എമർജൻസി മരുന്നുകൾ ഒരുപാടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഒരു കാൽഷ്യം കുറഞ്ഞ പശുക്കൾ, അങ്ങനെ പെട്ടെന്ന് എമർജൻസി കേസുകൾ ഒരുപാടുണ്ട്. ആ കേസുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് മരുന്നുകൾ, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാനുള്ള അതും നമ്മളിങ്ങനെ ക്യാരി ചെയ്യണം. പിന്നെയുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ടേപ്പാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും സിറിഞ്ച് വെക്കുകയാണെങ്കിൽ ഒട്ടിക്കാനുള്ള ഒരു ടേപ്പാണിത്. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ നീഡിൽ എന്ന് പറയും. ഇതിലൂടെ നമുക്ക് ബ്ലഡ് എടുക്കാം. പിന്നെ ബ്ലഡ് സൂക്ഷിക്കാനുള്ള നിങ്ങളെങ്ങനെ ബ്ലഡ് എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും ക്ലോട്ട് ആവില്ല. ഈ ഒരു വയലിലിട്ടാൽ നമുക്ക് ക്ലോട്ട് ആവില്ല. ഇതിലാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. ഇതിലും നമ്മൾ കളക്ട് ചെയ്യും. പക്ഷേ ഇത് വേറെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കും. സോ ഇത് രണ്ടും പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യണേ. ചില അസുഖങ്ങളൊക്കെ ഭയങ്കര ബ്ലഡ് ഇൻഫെക്ഷസ് ആയ അസുഖങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ഇതൊന്നും എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ഡോക്ടേഴ്സിന് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവർക്കെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ സെപ്പറേറ്റ് സിസ്റ്റങ്ങൾ തന്നെയുണ്ട്. ലാബ് ടെക്നീഷ്യന്മാർ, ബ്ലഡ് എടുക്കാനുള്ളവരെല്ലാം അവർക്ക് ജസ്റ്റ് ഡയഗ്നോസ് ചെയ്താൽ മതി. ബട്ട് നമുക്ക് ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഗ്ലാസ് സ്ലൈഡ്സ് ആണ്. ഇതിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് സ്മിയർ ഉണ്ടാക്കി ഇതും നമ്മൾ തന്നെ നോക്കണം. സോ ഇങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കിങ് ആണ് ഞങ്ങളുടെ ജോബ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളെ സിറിഞ്ചസ്. അത്രയേ ഉള്ളൂ ഈ പാക്ക്. സോ ഇത്രയൊക്കെയാണ് ഒരു എമർജൻസി ആയിട്ട് ഒരു വെറ്റിനറിയൻ്റെ ബാഗിൽ ഉണ്ടാവുക. സോ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. It's caught in the cross.